ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ പോക്കോ m2pro എന്ന് പറയുന്ന ഫോണിന്റെ അൺബോക്സിങ്ങും റിവ്യൂ ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പം നമ്മളിവിടെ അൺബോക്സിംഗ് ആണ് പ്രധാനമായിട്ടും ചെയ്യാൻ പോകുന്നത്. ഇതൊരു 15,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയ മികച്ച ഒരു ഫോണാണ് പോക്കോ m2pro എന്ന് പറയുന്ന ഫോണ്. ചുരുക്കം പറയുകയാണെങ്കിൽ റെഡ്മി നോട്ട് 9 പ്രോയുടെ റീബ്രാൻഡഡ് ഫോണാണ് പോക്കോ m2pro. പക്ഷേ പോക്കോ ലോഞ്ചറും അതുപോലെയുള്ള സംഭവങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു മികച്ച ഫോണാണ് പോക്കോ m2pro 15,000 രൂപയ്ക്ക് താഴെ. അപ്പോൾ നമുക്ക് ഇന്ന് ഈ പോക്കോ m2proയുടെ അൺബോക്സിങ് നോക്കാം. ഇതാണ് പോക്കോ m2proയുടെ ബോക്സ് പ്രാവശ്യം ആണ്. അത് നമുക്ക് തുറക്കാം. ഇത് ഇന്നലെയാണ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ലഭിച്ചത്. നമ്മളത് പൊട്ടിച്ചായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി വീണ്ടും അത് അൺബോക്സിങ് ചെയ്യുന്നതാണ് നമ്മൾ. കാരണം എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയണ്ടേ, അതിന് വേണ്ടി പൊട്ടിച്ച് നോക്കിയായിരുന്നു. നമ്മൾ ബോക്സ് തുറക്കുമ്പോൾ ആദ്യം ഒരു ചെറിയൊരു ബോക്സ് അതിനകത്ത് ലഭിക്കുന്നുണ്ട്. ഇതാണ് ആ ഒരു ബോക്സ്. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. മുമ്പ് ഫോൺ എടുത്ത് നോക്കാം. ഇതതിൻ്റെ പേപ്പറൊക്കെയാണ്. ഇതാണ് നമ്മുടെ ഫോൺ പോക്കോ m2pro. ബാക്ക്വശം ബ്ലൂ കളറാണ് നമ്മൾ എടുത്തത്. നമ്മൾ നേരത്തെ അൺബോക്സ് ചെയ്ത പോക്കോ X2-നേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട്. ക്യാമറ ആ ഡിസൈനൊക്കെ വ്യത്യാസമുണ്ട്, അല്ലാതെ വലിയ വ്യത്യാസം തോന്നിയില്ല. ഓക്കെ, ഇനി നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അത് കഴിഞ്ഞ് ഫോണിനെ പറ്റി നോക്കാം. ഇതതിൻ്റെ പേപ്പറാണ്. ഇതാണ് പോക്കോ m2proയിൽ വരുന്ന ചാർജർ. 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ്. 1 മണിക്കൂർ കൊണ്ട് 4500 mAh ബാറ്ററി ഫുൾ ചാർജ് ആകുന്നത്. 1.5 മണിക്കൂർ മതി ഫുൾ ചാർജ് ആകാനായിട്ട്. ഇതാണ് അതിൻ്റെ ചാർജിങ് ബ്രിക്ക്. ഇനി വരുന്ന USB കേബിള് ടൈപ്പ് C USB കേബിളാണിത്. അതൊക്കെ എല്ലാ ഫോണിൻ്റെ കൂടെ വരുന്നതാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. കാറോട് ബോക്സ് പിടിക്കട്ടെ. ഈ ബോക്സിനകത്ത് എന്താ വരുന്നത് നോക്കാം. ഫോണിൻ്റെ TPU കേസ്. ഇതാണ് സിം ഇജക്ടർ പിൻ. ആ ഫോണിൻ്റെ കൂടെ വരുന്നത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള പിന്നാണ്. ഓക്കെ, നമുക്കപ്പോൾ പിന്നൊക്കെ വിട്ടിരിക്കട്ടെ. ഇതാണ് നമ്മുടെ പോക്കോ m2pro. മുമ്പേ കാണിച്ചു. ഇതിൻ്റെ വലത് സൈഡിലാണ് പവർ ബട്ടണും ഫിംഗർ പ്രിൻറ്റും ഒന്നിച്ച് വരുന്നത്. ഫിംഗർ പ്രിൻറ്റ് ബട്ടണും പവർ ബട്ടണും ഒന്നാണ് ഇതിൻ്റെ. അതുപോലെ മേളിൽ വോളിയം റോക്കേഴ്സ്, ഇട സൈഡിൽ സിം ഇടുന്ന പോർട്ടും, അതുപോലെ താഴെയായിട്ട് ഹെഡ്സെറ്റ് കുത്താനുള്ള ജാക്കും, USB ടൈപ്പ് C പോർട്ടും, മൈക്കും ഒരു സ്പീക്കറുമാണുള്ളത്. ഏറ്റവും മേളിൽ സെക്കൻഡറി മൈക്രോഫോണും IR ബ്ലാസ്റ്റും ഉണ്ട്. ബാക്ക് വശത്ത് 4 ക്യാമറ ആണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഫോണ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഫോണ് ബൂട്ടായി വരുവാണ്. ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ 6GB 64GB ആണ് ഫോൺ വരുന്നത്. നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത ഫോണ്. അതുപോലെ പ്രൊസസ്സർ വരുന്ന സ്നാപ്ഡ്രാഗൺ 720G ആണ്. ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് പ്രൊസസ്സറാണ്, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ബാക്ക് ക്യാമറ വരുന്നത് 48 MP ആണ് മെയിൻ ക്യാമറ വരുന്നത്. ബാക്കി വൈഡ് ആംഗിൾ 8 MP, മാക്രോ 2, ഡെപ്ത് സെൻസർ 2 ഇങ്ങനെയാണ് വരുന്നത്. ഇതൊക്കെ എല്ലാ ഫോണിലും ഇപ്പോൾ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. ഫ്രണ്ട് ക്യാമറ നമുക്ക് വരുന്നത് 16 MP ഒരു ക്യാമറയാണ്. അത്യാവശ്യം ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. ബാക്ക് ക്യാമറ ഫ്രണ്ട് ക്യാമറയൊക്കെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് അൺലോക്ക് ഫാസ്റ്റ് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ സൈഡിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിംഗർ പ്രിൻറ്റ് ബട്ടൺ വരുന്നത്. പവർ ബട്ടൺ വിത്ത് ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഫിംഗർ പ്രിൻ്റ് ഇവിടെ വിരൽ വെക്കാൻ പോവാണ്. വിരൽ വെച്ചു. വിരൽ വെക്കുന്ന അടുത്ത സ്പോട്ടിൽ തന്നെ അത് അൺലോക്ക് ആകുന്നുണ്ട്. ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വിരൽ വെക്കാൻ പോവാണ്. വെച്ചു. കണ്ടോ, വെക്കുമ്പോഴേ ഫോൺ അൺലോക്ക് ആകുന്നുണ്ട്. അതിനകത്തൊരു ലാഗൊന്നും അനുഭവപ്പെടുന്നില്ല നമുക്ക്. ഇതുണ്ട്, വെച്ചു, അൺലോക്ക് ആകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഈ ഫേസ് ലോക്ക് അതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഈ ഫോണിൽ. പക്ഷേ ആ ഫേസ് ലോക്ക് ഇവിടെ കാണിക്കുന്നില്ല ഇപ്പം. കാരണം നമുക്ക് ഫേസ് ലോക്ക് അത്ര സെക്യൂരിറ്റി തരുന്നില്ല. ബാക്കി ആപ്പിൾ പോലുള്ള ഫോണുകളിലൊക്കെ ഫേസ് ലോക്ക് ഉണ്ടെങ്കിലും ഈ ഇതുപോലുള്ള 15,000 രൂപയ്ക്ക് താഴോട്ടൊക്കെയുള്ള ഫോണുകളിലെ ഫേസ് ലോക്ക് ഒന്നും വലിയ സെക്യൂർ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഫേസ് ലോക്ക് ഇവിടെ കാണിക്കുന്നില്ല. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. പിന്നെ ഇതാണ് എൻ്റെ വോളിയം റോക്കർ ബട്ടൺ. സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനുള്ള ആണ്. അവിടെ വേറെ തൊട്ടപ്പോഴേ ഫോൺ അൺലോക്ക് ആയി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ബാറ്ററി വരുന്നത് 4500 mAh ആണ്. അത് ഞാൻ പറഞ്ഞിരുന്നു. 33 വാട്ട് ചാർജറും വരുന്നുണ്ട്. ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് എബൌട്ട് ഫോൺ ഒന്ന് നോക്കാം. സെറ്റിങ്സ് എടുക്കുന്നു.
അബൌട്ട് ഫോണിനകത്ത് നമുക്ക് അതിൻ്റെ MIUI വെർഷൻ കാണാം. 11 ആണ് MIUI വെർഷൻ. 12 ഉറപ്പായിട്ട് ഇതിനകത്ത് വരും. MIUI 12 ഉറപ്പായിട്ടും വരും. ആൻഡ്രോയിഡ് 11 ഉറപ്പായിട്ട് ഈ ഫോണിൽ ലഭിക്കും. കാരണം ഇപ്പോൾ റിലീസ് ചെയ്ത ഫോണൊക്കെയാണ്. അപ്പോൾ ഈ ഫോണിലൊക്കെ ഉറപ്പായിട്ട് ആൻഡ്രോയിഡ് 11 ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് ഫുൾ HD LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. LED ഡിസ്പ്ലേ ഒന്നുമല്ല, LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൻ്റെ സ്ക്രീന് ഗൊറില്ല ഗ്ലാസ് 5 ആണ് വരുന്നത്. ബാക്ക് വശവും നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5 തന്നെയാണ് വരുന്നത്. ഗ്ലാസ് ആണ് ബാക്കിൽ. അതിനാദ്യം പറയാൻ വിട്ടുപോയി. ഫ്രണ്ടും ബാക്കും ഗൊറില്ല ഗ്ലാസ് 5 ആണ് വരുന്നത്. ഡിസ്പ്ലേ നമുക്ക് 60 ഹെഡ്സ് മാത്രമേ ലഭിക്കുന്നുള്ളൂ, അല്ലാതെ 120 ഹെഡ്സ് അങ്ങനെയൊന്നും ലഭിക്കുന്നില്ല. പോക്കോ X2 പോലെ 60 ഹെഡ്സേ ലഭിക്കുന്നുള്ളൂ. അതൊക്കെ മതി, നമുക്ക് ധാരാളമാണ്. ഗെയിമിംഗ് കളിക്കാനൊക്കെ നല്ലൊരു പ്രോസസ്സറാണ് ഇതിനകത്തുള്ളത്. സ്നാപ്ഡ്രാഗൺ 720G ആണുള്ളത്. ഈ ഫോണിൻ്റെ ബാറ്ററിയെ പറ്റി നമുക്ക് ഇനി നോക്കാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ 4500 mAh ആണ് ബാറ്ററി വരുന്നത്. അത്യാവശ്യം നമുക്ക് ഒരു ദിവസമൊക്കെ കിട്ടുന്നുണ്ട്. ഇന്നലെ ഫോൺ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന് നമ്മൾ ഉപയോഗിച്ച് നോക്കിയായിരുന്നു. അത്യാവശ്യമല്ല, ഒരു ദിവസം നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പോക്കോ X2 അപേക്ഷിച്ച് നോക്കുമ്പോൾ പോക്കോ X2 ബാറ്ററി പോരാ എന്നല്ല ഞാൻ പറഞ്ഞത്. അതിനേക്കാൾ ഇച്ചിരി ഒക്കെ നന്നായിട്ട് ബാറ്ററി ബാക്കപ്പ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജർ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഈ ഫോണിൽ ഒന്ന് ബാറ്ററിയെക്കുറിച്ച് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം 1 മണിക്കൂർ കൊണ്ട് നമുക്ക് എങ്ങനെയാണെങ്കിലും ബാറ്ററി ഫുൾ ചാർജ് ആകും. വിഷയമുള്ള കാര്യമല്ലത്. ഇനി നമുക്കിതിൻ്റെ വില നോക്കാം. ഇതിൻ്റെ വില വരുന്നത് 6GB 64GBക്ക് ഫ്ലിപ്കാർട്ടിൽ വരുന്ന വില 15 രൂപയാണ്. അതായത് 14,999 രൂപ. അതുകൊണ്ടാണ് 15 രൂപയ്ക്ക് താഴെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. ബാക്കി 16 രൂപ 17 രൂപ റേഞ്ചിലാണ് ബാക്കി വരുന്നത്. 6GB 128 അത്രയൊക്കെയാണ് നമ്മുടെ ഫോണിൻ്റെ വിലകൾ ഫ്ലിപ്കാർട്ടിൽ വരുന്നത്. ഇതിൻ്റെ കളറ് ഫ്ലിപ്കാർട്ടിൽ വരുന്നത് ബ്ലൂ, ബ്ലാക്ക്, ഗ്രീന്, ഈ 3 കളറിലാണ് നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നത്. എല്ലാവർക്കും ഈ പോക്കോ m2proയുടെ അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും പറയുന്നു, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.